ഹായ് ഗൈസ്, നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവുകയാണ്. എവിടെയാണ് കേട്ടോ പോണേ? പിന്നെ ഇപ്പൊ ആദ്യം വാഗമണ്ണിൽ കണ്ട് നമ്മളിപ്പോ പോകുന്നത്. അതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇവാ ഇങ്ങോട്ട് നോക്കിയേ, ഹായ് പറയ്. ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. കണ്ടിട്ടപ്പോ അതിന്റെ അഭിപ്രായമൊക്കെ പറയണോ കേട്ടോ, അല്ല ഏട്ടാ? ഹലോ പറ. ഇവാ മിഠായി എന്നിട്ട് കണ്ടോ? രാവിലെ ഒന്നും കഴിക്കാത്തോണ്ടേ ഞാനും കഴിച്ചിട്ടില്ല, ഇവയും കഴിച്ചിട്ടില്ല. പോരണ വഴിക്ക് ഒരു പഴംപൊരി മേടിച്ചു. അപ്പോൾ ആപ്പിള് മേടിക്കാൻ ചേട്ടൻ ഇറങ്ങിയേക്കാം. ഇവയ്ക്ക് ആപ്പിള് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. കാറിലിരുന്ന് കഴിക്കുമല്ലോ. ഇവാ ഒരു ഹായ് പറഞ്ഞേ. ഇവനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മിഠായി മുഴുവനെ മേടിക്കും. ചോക്ലേറ്റ് കറി കിടന്ന് ഛർദ്ദി. അച്ഛൻ പോയ തക്കത്തിൽ കയറി കാർ ഓടിക്കാൻ പോയി. ഇവ കാർ ഓടിക്കാൻ അറിയോ നിനക്ക്? ഓടിക്കാനറിയാം. ഇവൻ കാറിൽ കയറിയപ്പോ നല്ല ഉറപ്പുണ്ട്. ബേക്കിൽ കിടന്ന് സുഖമായി കിടന്നുറങ്ങാൻ. ഇവ അച്ഛേ കാർ ഓടിക്കാനറിയോ? കോൽ മിഠായി എന്നിട്ട് നാക്ക് മഞ്ഞ കളറായിരിക്കണം. എവിടെ പോടുകമ്മ? കണ്ട അവനാ കട കണ്ട് അവന് പൈസ വേണമെന്നായി. എടുത്തിതേ കണ്ടില്ലേ, സൈഡിൽ കിറ്റും വെച്ചിട്ടുണ്ട്. എപ്പ ഛർദിക്കുന്ന അറിയില്ല. ഞാൻ കണക്ക് തന്നെയാണ്. എനിക്കും ഉണ്ട് ഛർദി. ആകെ നേരം വെളുത്ത ആകെ ഒരു ചിന്തയുള്ളൂ, ഐസ് മിഠായി. വേറെ ഒന്നും വേണ്ട അവന്. ഐസ് മിഠായി അത് മാത്രം മതിയായിരുന്നു. ഏട്ടിപ്പ എവിടെ എത്തി? പെരുമ്പാവൂർ. ഇനി എത്ര നേരം ഉണ്ട്? അതുവരെ ഞാൻ കിടന്നൊന്ന് ഉറങ്ങട്ടെ. സുഖമായിട്ട് ഉറങ്ങി. ഇപ്പൊ ഉറങ്ങാം, നമുക്ക് ഉറങ്ങാം. കണ്ണടച്ചോ? കണ്ണടക്കി നാക്കണ്ട. മിഠായി എന്നിട്ട് മഞ്ഞ കളറായിരിക്കണം. പാട്ട് വേണ്ടിട്ടാ നല്ല രസമുണ്ട്. മേഘൊക്കെ കാണാൻ നോക്കി. ആടിക്കളിക്കുന്നത് ആരോ ഫോട്ടോസ്, ഞങ്ങളെ ഫോട്ടോസ് കണ്ടില്ലേ? കുറച്ച് വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. അത് തിരിഞ്ഞിരുന്ന് വരണം. വന്നു മിഠായി വേണ്ട പറഞ്ഞ്.
മമ്മിയുടെ പണം. പസിക്കുത് പസിക്കുത് ரொம்ப പസിക്കുത്. ചിപ്സാ ഇവക്ക് ചിപ്സ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പൊട്ടിക്ക് പൊട്ടിക്ക്. എനിക്കിത് കണ്ടിട്ട് എന്തോ പൈനാപ്പിളിന്റെ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു പൈനാപ്പിൾ ആണെന്ന്. കാടും മേടും താണ്ടി ഇപ്പൊ ഇവിടെ എത്തിയേട്ടാ. ഐസ തുടങ്ങി ഇറങ്ങണ്ടോ? ഓ ഛർദി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവയും ഛർദിച്ചു, ഞാനും ഛർദിച്ചു, ഏട്ടനും ഛർദിച്ചു. കൂടെ വരുന്നുണ്ട്. എത്ര മിനിറ്റ് ഉണ്ട്? ഇനി 32 മിനിറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് അവിടെ എത്താം. എന്തൊരു കയറ്റമാണ്, കയറ്റം, കയറ്റത്തിന്റെ കയറ്റം. പോകുന്ന പോക്ക് കണ്ടില്ലേ, നല്ല രസമല്ലേ മേഘങ്ങടെ. പക്ഷെ നമ്മ ഫോണിൽ കൂടെ അല്ലാണ്ട് നോക്കുമ്പോ ഇത്ര തോന്നില്ല. ഫോണിൽ നോക്കുമ്പോ നല്ല രസം തോന്നും. ഞാനിതിലൊരു എഫക്റ്റും ഇട്ടിട്ടില്ല. ഇവ ഡ്രസ്സിൽ നിന്ന് സ്നേക്കിലേക്ക് പോയിരിക്കുകയാണ്. സ്നേക്കും ഉണ്ടാവൂല. ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ബൈക്കിന് പോകാൻ കൊതിയാണ്. ഇങ്ങനെ അതാണ് ശ്രീലക്ഷ്മിയുടെ. ഇവക്ക് ഭയങ്കര കണ്ണിങ്ങനെ അടഞ്ഞു പോയി. രാവിലെ കയറി കയറിയത് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ആകെ ഒരു ആപ്പിൾ കഴിച്ചത്. ആപ്പിൾ കഴിച്ചതാണെങ്കിൽ ഛർദിച്ച്. ലേസും കള്ള് ഷാപ്പുണ്ട്, വേണമെങ്കിൽ ഒരു ചെറിയൊരു കള്ളടിക്കാം. പക്ഷെ വേണ്ടോ? എന്തുകൊണ്ട് വേണ്ടോ? കൊച്ചുങ്ങളൊക്കെ ഉള്ളതാണ്. കൊച്ചിനും കൊടുക്കാൻ കള്ള്. ഗൈസ്, നമ്മളിപ്പോൾ ഏറ്റവും വലിയ ടോപ്പിലാണ്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം കണ്ടില്ലേ നിങ്ങൾ, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള മണ്ടന്മാര് ഓടിക്കുമ്പോ. ശരിയാണ്, ഡ്രൈവിംഗ് പഠിച്ചിട്ട് അധികം നന്നായിട്ടില്ല. ഇനി ഒരു 5 മിനിറ്റും കൂടി ഞാൻ കിടക്കട്ടെ. ഞങ്ങൾ കിടക്കട്ടെ, വ്ലോഗ് പിന്നെ ചെയ്യാം. നല്ല ക്ഷീണമായിട്ട് ഞാനും കിടക്കട്ടെ. ഹായ്, നോക്കൂ നോക്കൂ, എന്ത് രസം കാണാൻ. സത്യം പറഞ്ഞ എന്റെ വീടിന്റെ അവിടെ ഇതുപോലൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ കുറെ മലകളും താഴ്വരകളൊക്കെ ഉണ്ട് ഇല്ലേട്ടാ. ഓക്കേ, വാവ്, ബ്യൂട്ടിഫുൾ.
ഇതുപോലെയാണ് എന്റെ വീടിന് ചുറ്റും പാടവും താഴ്വര അല്ലേ ഏട്ടാ? എന്താ അഭിപ്രായം അവിടുത്തെ? നമുക്ക് എന്തെങ്കിലും കഴിക്കണോ? ചെറുതായിട്ടൊക്കെ എന്തെങ്കിലൊക്കെ തട്ടാ. എന്താണ് എന്തെങ്കിലൊക്കെ എന്താന്ന് നോക്കാം. അടച്ചു നമ്മൾ എന്തെങ്കിലും ഉണ്ടാവുന്ന വിചാരിച്ച് നമ്മൾ വണ്ടി കയറ്റുന്നു. വണ്ടി ഇവിടേക്ക് കെട്ടുന്നു. ഇവാൻ ഉറങ്ങിയാണ്. ഉറങ്ങാൻ തയ്യാറെടുക്കണം. ഉറങ്ങിയിട്ടില്ല. അന്വേഷിച്ചിട്ട് പോവാം. ഞാൻ എപ്പോഴും കറിയിലിരിക്കാം. ലിറ്റ് ചിക്കും എല്ലാം പോയി. പിടിച്ച് കളിക്കല്ലേ ഞാൻ എന്റെ കുഞ്ഞാവെ പിടിച്ചിറക്കി. എന്തൊക്കെയായിട്ട് ഇവിടെ കഴിക്കണുള്ളേ? എന്തൊക്കെ ഇവിടെ കഴിക്കണുള്ളേ? മാഗിയും പിന്നെ ബ്രെഡ് ഓംലേറ്റും ആണുള്ളത്. വേറെ ഒന്നുമില്ല. അപ്പൊ അതന്നെ കഴിച്ച് ഇരിക്കാം. ഇവക്ക് ഇഷ്ടമോ മാഗി? അല്ലേ മാഗി വേണോ? മാഗി വേണം. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. അവനെ ലേസ് വേണം. ഇപ്പൊ വരോ? നൂഡിൽസ് വരോ? ജ്യൂസ് വേണോ? ചൂടുണ്ട്. എങ്ങനെയുണ്ട് കേട്ടോ? എങ്ങനെയുണ്ട് ഫുഡെല്ലാം? ചൂടുണ്ടാ? ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ കൂട്ടി നിറച്ച് കുറേ പട്ടിക്കുഞ്ഞുങ്ങൾ. ഇവയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഫുഡ് കഴിച്ച് ഇപ്പോൾ റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ റിസോർട്ടിലേക്ക് എത്താം. നല്ല കുഞ്ഞി പട്ടിക്കുട്ടിയതുണ്ട് ആ കൂടിൻ്റെ അടുത്ത്. ഗ്ലാസ് കയറ്റിടാം. മഴ പെയ്യുണ്ട്. ഗ്ലാസ് കയറ്റിട്ടേട്ടാ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാറ് കുത്തിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല രസം കാണാൻ. നമ്മളെ വരവേൽക്കുകയാണ്. മൂന്നാറല്ല. ഓ മഴ അങ്ങോട്ട് നോക്കി. പശു 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 മാമല്ല പശു. ഇവിടൊക്കെ ഒരു വീട് വെച്ച് താമസിക്കാൻ കൊതി വരെയുണ്ട്. നല്ല രസമായിരിക്കും ഇവിടെ. എപ്പോഴും ഒരു ചെറിയ ഇങ്ങനെ കൂളിംഗ് ആയിട്ട് ഇങ്ങനെ നല്ല രസം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഇങ്ങനെ ചെറിയ വീടൊക്കെ വെച്ച് കുറെ കിളികളും പശുക്കളും കോഴികളും. പറയുമ്പോ രസമായിട്ട് ഐറ്റങ്ങളൊക്കെ നോക്കാൻ കുറച്ച് പാട് തന്നെ. ചേട്ടനോട് നെറ്റ് പ്രോബ്ലമായിട്ട് മാപ്പ് കിട്ടാതെ വിഷമിക്കുകയാണ്. ഇവാന്റെ വിചാരം മാമന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന്.
നോക്കി ആ ഒരു ചെറിയ ഒരു ഇതിന്റെ നടുക്ക് ഒരു മരം നിക്കണത് അങ്ങോട്ട് നോക്ക്. നല്ല രസമല്ലേ? എനിക്കിഷ്ടായിട്ട. ഞാൻ ഫോണിൽ പാട്ട് വെച്ചേക്കുന്ന നമ്മളിപ്പോൾ റിസോർട്ടിൽ ഇപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ. കയറി റൂമൊക്കെ സെറ്റ്. ഇവക്കിത് സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കൊതിച്ച് നിൽക്കുക. നല്ല കോടമഞ്ഞുണ്ട്. ഒരുത്തം വന്നുടനെ തന്നെ ടൗസറൊക്കെ ഊരി സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ അവൻ കുളിക്കാനുള്ള തന്ത്രപ്പാടിയിലാണ്. അതിലിറങ്ങാനായിട്ട് നെഞ്ച് തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വന്നവൻ്റെ ടൗസർ അവൻ കുളിക്കാൻ വേണ്ടിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോവേണ. ഇവക്ക് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് അതിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവേണ്. ഇറങ്ങാല്ലേ? ഇവ ഇറങ്ങാം. வழி பார்த்து நானும் கொஞ்சம் இழச்சேனடா. கண்ணு உன தாண்டி எனக்காருடா. சின்ன முகம் பார்க்க 100 ஜென்மம் பிறக்கணும். ஒன்ன சுத்தி வாரே முச்சரைக்க நான் சாட போதும் உசுர கட்டி கொத்தாகத்தான். ഇതാണ് നമ്മളെ റിസോർട്ട് കേട്ടോ. നമ്മൾ റൂം എടുത്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. മേലെ റൂം കിട്ടിയില്ല. മേലൊക്കെ ബുക്കിംഗ് ആയതുകൊണ്ട് താഴത്തെ റൂമാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ നേരെയുള്ള അടിയിലത്തെ റൂമാണ് നമ്മുടെ. നമ്മളിപ്പോൾ വെറുതെ റൂമിൻ്റെ അകത്ത് വെറുതെ ഇരിക്കേണ്ട, കുറച്ച് നേരം എവിടെയെങ്കിലൊക്കെ നടക്കാന്ന് കരുതി ഇരിക്കുകയാണ്. അവരെന്നെക്കാളും മുന്നിട്ട് നടന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവ അവിടെ നിന്നേടാ പതുക്കോട്. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റിസോർട്ടിൻ്റെ നല്ല വ്യൂ ഉണ്ട് കണ്ടോ. നല്ലോണം തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. ഇവാ വിഷ്ണു യെസ് സൂപ്പറായി. മേലത്തെ എല്ലാ റൂമും ബുക്കിങ്. ഏറ്റവും താഴത്തെ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ കുഴപ്പമില്ല, നേരെ സ്വിമ്മിംഗ് പൂളൊക്കെയാണ് അടുത്ത്. ഇങ്ങടെ ഇതിനൊന്ന് നടന്നു പോയി നോക്കാ. പട്ടിയ എൻ്റെ ഏട്ടനും പട്ടീനും പേടിയുണ്ട്. എൻ്റെ ഏട്ടൻ തിരിച്ചു പോവുകയാണ് ഗൈസ്. അയ്യോ 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 അയ്യോ. ഇവാൻ വിഷ്ണു
ഞങ്ങൾ മൂന്നാറിൽ പോയപ്പോൾ റിസോർട്ട് എടുത്തു. അത് സൂപ്പർ, ഇതിനേക്കാൾ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല റിസോർട്ട്, ഏറ്റവും മേലയിലായിരുന്നു ഞങ്ങളുടെ റൂമും. ഇങ്ങനെ തേയിലത്തോട്ടൊന്നും ഫ്രണ്ടിലില്ലെങ്കിലും ഒരു കാട് പോലെയൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതും കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ അത്രയ്ക്കും വരില്ല മക്കളെ. ഇവ എന്താ കഴിക്കണേ? എന്ത് കഴിക്കണേ? ചിക്കനാണോ? നേരം 4 മണി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കോഫി ഉണ്ട് കുടിക്കണം. കോഫി കുടിച്ച് നേരെ പൈൻവാലിക്ക് വിട്ടു. കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ മഴ പെയ്തിട്ട് ആകെ വഴുക്കൽ പോലെ മേലേക്ക് കയറുന്തോറും മനുഷ്യൻ വീണുകൊണ്ടിരിക്കണം അവിടെ. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ നമ്മൾ റൂമിലേക്ക് വേഗം പോയിട്ടോ. ഹായ് ഗൈസ്, ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാത്രി. വേറെ ഒന്നല്ലേ, ഇവയും ഭയങ്കര വാശിയും ഛർദിയായിരുന്നു. എനിക്കും അത് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ രാത്രി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അഡ്വഞ്ചർ പാർക്ക് കാണാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയായിരുന്നു ചേട്ടൻ. വിവാ ഛർദിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കയറ്റുണ്ട്. കയറ്റത്തിൽ ഞാൻ കരച്ച് ചാവാനായി ഗൈസ്. ഇപ്പോഴേ കഥപ്പ് വന്ന് ഇനി എങ്കിടാണ് അവ കയറാൻ പോണത്. ഗൈസ്, അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ്. കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഇവ അവിടെ നിൽക്ക് അമ്മ വരട്ടെ. ഇവ കയറുന്നത് കണ്ടില്ലേ? പേടിച്ച് ഇവ എഴുന്നേറ്റക്ക്. ഡാഡാ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടെ നിന്നില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് ചവിട്ടാം ഗൈസ് നമുക്ക് അല്ലേ. ഹായ് പറഞ്ഞേ. നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് കൈ കൊണ്ട് എനിക്ക് ഹായ്. അപ്പത്താ നടുക്കിരുന്നു അങ്ങനെ. ഹായ് കൊടുക്ക്. ചായ കുടിച്ചോ? ചായ കുടിച്ചോ?
തിരികെ ചേട്ടന്മാരോ നോക്കിയോ പിക്കടിക്കല് അതെ അത് വെക്ക് പറ്റോ അവനതേ കിടന്നു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മിപ്പോ തിരിച്ചു പോവുകയാണ്. ഇവക്ക് എൻ്റെ അടുത്തിരിക്കണ്ട, അവന് ബേക്കിലിരിക്കണോന്ന് പറഞ്ഞിട്ട് ബേക്കിലിരിക്കണേ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ അവിടെ ഇരുന്നിട്ട്. ഒരു ഫോട്ടോക്കും ചിരിച്ചിരിക്കൂല. ഇപ്പൊ കടന്ന് ചിരിക്കണുണ്ട്, വീഡിയോ എടുക്കാൻ മാത്രം ചിരിക്കൂല. നമ്മളപ്പോ ഏറ്റുമുട്ടൻ പോവുകയാണ്. ഇപ്പൊ ഇറങ്ങും നമ്മൾ. ഓക്കെ അല്ലേ? ഇഷ്ടായി ഇവക്ക്? അവരോട് എന്തോ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കപ്പിട്ട് അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഇനി എവിടെയാണ് കേട്ടോ, എവിടെ എന്ത് കയറാനാണ് പോകുന്നത്? നമുക്ക് അതിൻ്റെ മേലെ കയറിയാലോ? നമ്മളടുത്ത് ലാസ്റ്റ് നോക്കിയോ ബാബാ
സൈഡിൽ നോക്കുമ്പോ പേടി വരുന്നു. എനിക്ക് മേടിച്ച എൻ്റെ മിഠായി അടിച്ചു മാറ്റി ഇവ കൈ പിടിച്ച് നടക്കുകയാണ്. അമ്മക്ക് തരും ഇവ ഒരെണ്ണം ഇല്ലേ? ബീച്ചിൽ പോവാ. ആ ബീച്ചില്ല, വീട്ടിൽ പോവാന്നാ. ഇന്നടുത്ത് എവിടെ കേട്ട് പോകുന്ന? അതെ, ഒരു പ്ലാനിങ് ഇല്ലാത്ത സാധനങ്ങളാണ് ഞങ്ങൾ. കില്ലാടി രാവണൻ കണ്ട കണ്ട ചെയ്യണണ്ട കാലുകൊണ്ടുള്ള അതിക്രമങ്ങള്. പെണ്ണ് ഹലോ, നമ്മിപ്പോ വാഗമണ്ണിന്ന് തിരിച്ചെങ്കിടാണ് കേട്ടോ പോകുന്നത്. പത്തനംതിട്ട. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. പത്തനംതിട്ട ശരിക്കും. അതിന്റെ ഇടയിലൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു പോയി. വേഗമൊന്നുമില്ല, എനിക്ക് ഇത്തിരി ഛർദിയുടെ ഒരു വട്ടൊക്കെ ഉണ്ട്. ഇവ ഹലോ പറഞ്ഞേ. ഹലോ. ഇനി അടുത്ത വീഡിയോ നമുക്ക് തിരുവനന്തപുരത്ത് എത്തിയിട്ട് എടുക്കാം. ബൈ.